ഈ രണ്ട് കാര്യങ്ങളാണ് രൂപേഷ് പ്രത്യേകമായിട്ട് അന്നത്തെ ദിവസത്തെക്കുറിച്ച് ഓർക്കുന്നത്. ചേച്ചിയോട് ചോദിച്ചപ്പം അത്ര വലിയ ഭീകരമായ ഓർമ്മകളൊന്നും അന്നത്തെ ദിവസമായിട്ടില്ല. ഏതായാലും എനിക്ക് തോന്നുന്നു ഈ കർക്കിടക രാമനൊപ്പം വലിയ മഴക്കാലമാണ്, വലിയ അനുഗ്രഹത്തിൻ്റെ മഴ ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് പെയ്ത് തുടങ്ങിയ ദിനങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും 25 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ദേവാലയത്തിൻ്റെ ആനവാതിൽ കിടന്ന യാത്രയിലേക്ക് ഇവർ രണ്ടുപേര് ഒരുമിച്ച് ഒരു യാത്ര ആരംഭിച്ചു. ഇന്ന് ചുപ്പൊക്കെയായിട്ട് കൂടെ 3 പേരെയും കൂട്ടിക്കൊണ്ടുള്ള 25 വർഷങ്ങൾക്ക് ശേഷമുള്ള യാത്ര ഏറെ അനുഗ്രഹത്തിൻ്റെ യാത്രയായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. അപ്പോൾ നിങ്ങളോട് ചേർന്ന് ദൈവത്തിന് ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഈ 25 വർഷങ്ങൾ പൂർത്തിയാകുന്നതിൻ്റെ വലിയ സന്തോഷവും വലിയ ആശംസകളുമൊക്കെ ഏറെ സ്നേഹത്തോടുകൂടി നേരുകയാണ്. ഞാൻ ഇന്ന് വരെ കണ്ടതുപോലെ അല്ല ദീപ ചേച്ചിയുടെ മുഖം. ഞാൻ പെട്ടെന്ന് വാൻബറിയിൽ നിന്ന് കുർബാന കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് ദീപിച്ച് വന്നിട്ടില്ലേ, പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ആളുകളെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഏതായാലും വളരെ വളരെ ഭംഗിയായിട്ട് വളരെ സന്തോഷത്തോടെ അവർ രണ്ടുപേരും ഇന്ന് ഈ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ മുമ്പിൽ അവരുടെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ദൈവത്തിന് നന്ദി പറയും. ഒരു സ്നേഹത്തോടെ ഞാൻ എല്ലാവരുടെയും ആശംസകൾ രൂപേഷേരിലും ദീപിച്ചേച്ചിയൊക്കെ സ്നേഹത്തോടെ നേരുകയാണ്. നമ്മുടെ ഈ മിഷനോട്, ഈ മിഷൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഏറെ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുടുംബമാണ് നമ്മുടെ മിഷനോട് ഏറെ ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം. ഏറെ നന്ദിയോടെ ഓർക്കുന്നു, സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു. നിങ്ങളെ തുടർന്നും ഒരു 25 വർഷം കഴിയുമ്പം നമുക്ക് സ്വന്തമായ ഒരു ദേവാലയത്തിൽ വീണ്ടും വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന്
പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ധാരയിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോൾ തന്നെ എനിക്ക് പതിവിന് വിപരീതമായ അല്ലെങ്കിൽ പതിന്മടങ്ങ് ഒരു പുഞ്ചിരി നിങ്ങളുടെയൊക്കെ മുഖത്ത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അതിൻ്റെ കാരണം ഒരു പുഞ്ചിരി എപ്പോഴും തൻ്റെ മുഖത്ത് മാത്രമല്ല ഹൃദയത്തിലും സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസ് അച്ഛൻ്റെ സാന്നിധ്യമാണ്. അച്ഛനെ എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടമുള്ളൊരു അച്ഛനാണ്. കാരണം ഞാനിവിടെ പുതുതായിട്ട് വന്നപ്പോൾ അച്ഛൻ എത്രയോ ത്യാഗം എടുത്താണ് എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് അച്ഛൻ വരുന്നു. അതും ഒത്തിരിയേറെ രാത്രി സമയങ്ങളിലൊക്കെ എനിക്ക് വേണ്ടി ചിലവഴിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു. അതിനുശേഷം ഒത്തിരി ലേറ്റായിട്ടാണ് അച്ഛൻ്റെ അടുത്ത് പോവുക. കാരണം രാവിലെ 6 മണിക്ക് അച്ഛന് വിശുദ്ധ കുർബാന അർപ്പണമൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും സ്നേഹത്തോടെ എന്നെ വ്യക്തിപരമായിട്ട് കാണുന്നത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ 1-2 വർഷങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളോടുള്ള അച്ഛൻ്റെ ബന്ധവും സ്നേഹവും, നിങ്ങൾ അച്ഛനോട് സൂക്ഷിക്കുന്ന ബന്ധവും സ്നേഹമൊക്കെ എനിക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതുതന്നെയാണ് നിങ്ങളുടെ മുഖത്ത് വിരിഞ്ഞ ആ വലിയ സന്തോഷത്തിൻ്റെയും പുഞ്ചിരിയുടെയും കാരണം എന്നെനിക്ക് അറിയാം. അച്ഛന് ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം അത്രമാത്രം അച്ഛനെ ഞാൻ തന്നെ വിളിക്കുന്നത് ഇടയ്ക്ക് സ്നേഹത്തോടെ സിനിമ ഞാൻ ഏതോ സിനിമയിൽ കേട്ടൊരു കുമ്പിടി പോലെയാണ്. ഇപ്പോൾ ഇവിടെ കണ്ടാൽ നാളെ അവിടെ കാണുന്നത്, അല്ലെങ്കിൽ ഇവിടെ തന്നെ കാണുന്നു. ഏതൊരു സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കുമ്പിടി എന്ന് പറയുന്ന പോലെ. കുമ്പിടിയിൽ ഇവിടെ കണ്ടാൽ അപ്പം തന്നെ അപ്പുറത്ത് കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫ്രാൻസ് അച്ഛൻ. ഞാൻ ഇവിടെ കണ്ടതിന് പിന്നെ ഫോൺ വിളിച്ച് നോക്കുമ്പോൾ അത് ബർമിംഗ്ഹാമിലായിരുന്നു, പിന്നെ വേറെ എവിടെയെങ്കിലും ആയിരുന്നു. അതുപോലെ ഓടി നടക്കുന്ന നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുന്ന ഒരു വൈദികനാണ്. ഞാൻ അച്ഛനോട് എപ്പോഴും ചോദിച്ചു, അച്ഛൻ എപ്പോഴാണ് വീട്ടിൽ പോയതെന്ന് ചോദിച്ചപ്പം വർഷങ്ങളായിട്ടാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇടയ്ക്കൊക്കെ ഒന്ന് പോകണം എന്ന് സ്നേഹത്തോടെ ഒരു ജ്യേഷ്ഠൻ്റെ സാന്നിധ്യത്തോടെ പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമാണ് അച്ഛൻ്റെ ഇന്നത്തെ സാന്നിധ്യം. വർഗീസ് അച്ഛന് വളരെ പെട്ടെന്ന് ചില തടസ്സങ്ങൾ വന്നതുകൊണ്ട് അച്ഛന് വന്നു ചേരാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അച്ഛനെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും നമ്മൾ ഇന്നത്തെ ദിവസം മനോഹരമാക്കാനായിട്ട് ഇവിടെ ഉള്ള എല്ലാവരെയും ഇക്കാരന്മാർ കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ ഇന്ന് ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഇടവാംഗങ്ങളായിട്ടുള്ള എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാപൂർവം ഭക്തിപൂർവം നമുക്ക് വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം. Oh
പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിൻ ഹിതമിവിടെ ഭവിക്കണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ പാവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. ആരനും അതുപോലാത്മജനും ൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കൻ അതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗ്ഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കേണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. നിൻ തിരുനാമം
എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്നു. കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന് കർത്താവ് ആരോട് അരുൾ ചെയ്തുവോ ആ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. ആ കല്ലുകൾ കൊണ്ട്
അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. അതിനു ചുറ്റും 2 അളവ് വിത്തുകൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. അവൻ വിറക് അടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വെച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞു, 3-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ. അവർ അങ്ങനെ ചെയ്തു. ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ചാണ് ഞാനിത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുമെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്നും അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. രണ്ടാം വായന അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 5-ാം അധ്യായം. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏകമനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായ് വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗൃഹത്തിൽ അടച്ചു. രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു.
നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളും മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധി പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. Brothers and sisters, a reading from the first letter of St. Paul to the Corinthians. God is faithful. By him you are called into the fellowship of his Son, Jesus Christ our Lord. Now, I appeal to you, brothers and sisters, by the name of our Lord Jesus Christ, that all of you be in agreement, and that there be no divisions among you, but that you be united in the same mind and the same purpose. For it has been reported to me by Chloe's people that there are quarrels among you, my brothers and sisters. What I mean is that each of you says, I belong to Paul, or I belong to Apollos, or I belong to Cephas, or I belong to Christ. Has Christ been divided? Was Paul crucified for you, or were you baptized in the name of Paul? Thank God that I baptized none of you except Crispus and Gaius, so that no one can say that you were baptized in my name. For Christ did not send me to baptize, but to proclaim the gospel, and not with eloquent wisdom, so that the cross of Christ might not be empty of its power. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഹല്ലേലൂയ 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 ശുഹാനാ ഉലവറാവൽ റൂഹാൽ ഖുദിസ ഹല്ലേലൂയ 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 മിന്നാലം വാദം ആലം ആമേ വാമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടി അങ്ങയോടും
നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും. അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക. ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുൻപോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുൻപാകെ നിനക്ക് മഹത്വമുണ്ടാകും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ താഴ്വരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ കാരെയോ വിളിക്കരുത്. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകുവാൻ അവരുടെ പക്കലൊന്നുമില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കിരിക്കാം. വിശ്വമിശിഹായി സ്നേഹം നിറഞ്ഞ സോണിയച്ച, വിവാഹജൂബിലി ആഘോഷിക്കുന്ന യുവശേട്ട ചേച്ചി, എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്നു ഞാൻ 9 വർഷം അച്ഛനായിട്ട് ആദ്യമായിട്ടാണ് ഒരു വിവാഹ ജൂബിലിക്ക് കുർബാനയ്ക്ക് പങ്കുവരാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫസ്റ്റ് തവണ വരുമ്പോൾ എല്ലാം വലിയ അസ്വസ്ഥതയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അസ്വസ്ഥതകൾ എൻ്റെ പ്രസംഗത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വ്യാരീശൻ വളരെ കാര്യമായിട്ട് പറഞ്ഞതുകൊണ്ട് അതെല്ലാം കുഴപ്പമില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആദ്യമേ തന്നെ വിവാഹ ജോലിയുടെ ആശംസകൾ ഒത്തിരി സ്നേഹപൂർവ്വം നൽകുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് കഴിഞ്ഞതിൽ. രൂപേശേട്ടനും ദീപചേച്ചിയും നമുക്ക് ആർക്കും തന്നെ അപരിചിതരല്ല. അത് പല മേഖലകളിലൂടെ നമ്മളോടുള്ള ബന്ധം പുലർത്തുവാനായിട്ട് ഇവർ രണ്ടുപേരും ഒപ്പം കുഞ്ഞുങ്ങളും അത് ശ്രമിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷത്തിൻ്റെ ഒരു അവസരം കൂടിയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് രൂപേശേട്ടനും അതുപോലെ തന്നെ പ്രതിഭേട്ടനും ടിനി ചേച്ചിയും കൈക്കാരന്മാരായിട്ട് എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാനതൊരു ആ വലിയ അത്ഭുതമായിട്ട് പറയുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്, ഞാൻ പൊട്ടാക്കി പറയുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. ശരിക്കും രൂപേശേട്ടൻ എന്നെ എല്ലാ ദിവസവും രാവിലെ ഫോൺ വിളിക്കുമായിരുന്നു ഈ കൈകാരനായിരുന്ന സമയത്ത്. അച്ഛാ നമ്മുടെ പള്ളിക്ക് വേണ്ടി അത് ചെയ്യണം, അച്ഛാ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ആലോചിച്ച് പോയിട്ടുണ്ട്, ഞാനാണോ ശരിക്കും വിചാരിച്ചത്. കാരണം അത്രമേൽ പള്ളിക്ക് വേണ്ടി തീക്ഷ്ണതയാൽ ജ്വലിക്കുന്ന ഒരു ചേട്ടനെയും കുടുംബത്തെയും എനിക്ക് കണ്ടെത്താൻ പറ്റിയെന്നുള്ളത് ഞാൻ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഭവങ്ങളിലുണ്ട്. ഞാനത് വളരെ തമാശയായി പറഞ്ഞെങ്കിൽ പോലും വളരെ അർത്ഥവത്തായാലും നമുക്കറിയാം, നമുക്കെല്ലാം പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലണ്ടിൽ വരുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അച്ഛാ തിരക്കാണെന്നുള്ള. അത് എന്ത് കാര്യം വരുമ്പോഴും നമുക്ക് പറയാനായിട്ട് സാധ്യതയുള്ളതും ആദ്യം നമ്മുടെ വായിൽ വരുന്നതുമായ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ. വേറെ ആർക്കും ആ വാക്ക് പരിചിതമല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ പല കാര്യങ്ങളിലും പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷേ രൂപേശേട്ടനും കുടുംബവും എനിക്ക് തോന്നുന്നു ആ വാക്ക് അവരുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു എനിക്ക് തോന്നുന്നു. ഏത് കാര്യത്തിനും അതാരുടെയും എന്ത് കാര്യങ്ങളിലും ഇടപെടാനായിട്ടും അവരോടൊപ്പം ആയിരിക്കാനായിട്ടും ഈ കുടുംബം കാണിക്കുന്ന വലിയ സ്നേഹത്തിന്, സന്തോഷത്തിന് ഒത്തിരി സ്നേഹപൂർവ്വം നന്ദി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒപ്പം ഒരു കുഞ്ഞ് ഓർമ്മപ്പെടുത്തൽ കൂടി, പ്രത്യേകിച്ച് 25 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒത്തിരി നല്ല ഓർമ്മകൾ അയവിറക്കുന്ന അവസരമാക്കി ഇതിനെ മാറ്റാനായിട്ട്. അത് ആദ്യമായിട്ട് നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യം കേൾക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മുടെ മനസ്സിലുണ്ടായ ആകുലതകളും തൊട്ട് അത് ദേവാലയത്തിൽ നമ്മൾ വിവാഹത്തിന് വേണ്ടി വന്ന ദിവസവും അന്നത്തെ ചിന്തകളും അത് കഴിഞ്ഞ് നമുക്ക് ഓരോ കുഞ്ഞുങ്ങളും കർത്താവ് ദൈവ സമ്മാനമായി നൽകിയപ്പോൾ അതിനെ സ്വീകരിക്കുവാനായിട്ടുണ്ടായ വലിയ സന്തോഷവും എല്ലാം നമ്മുടെ മുമ്പിലുള്ള ഓരോരോ പുത്തൻ ഓർമ്മകളായിട്ട് അയവിറക്കുന്ന അവസരമാക്കി മാറ്റാനായിട്ട്
കാരണം നമ്മുടെ ജീവിതത്തിലെ ഓരോ ഓർമ്മയും അത് വിലമതിക്കാത്ത വിലയില്ലാത്ത ഒരു ഓർമ്മകളല്ല. നമ്മളിപ്പോൾ ചിലപ്പോൾ അത് കുഴപ്പമില്ല, ഇതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളല്ലേ എന്ന് ചിന്തിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു അതിനെ വിലമതിക്കാനായിട്ട് കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ ആശംസ ഇനിയുള്ള 25 കൊല്ലം, കഴിഞ്ഞ 25 കൊല്ലങ്ങളെ പറ്റി സന്തോഷത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന അവസരമാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. കാരണം ആ ഓർമ്മകളാണ് ഓരോ ദിവസവും കൂടുതൽ തീക്ഷ്ണതയോടെ ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, ആകുലതകൾ ഉണ്ടായിട്ടുണ്ടാകാം, അസ്വസ്ഥതകളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. പക്ഷേ ഓരോ കുടുംബജീവിതവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വി ആർ യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ കല്യാണം ദേവാലയത്തിൽ വെച്ച് നടത്തുമ്പം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നത് അച്ഛനെ നോക്കിക്കൊണ്ടല്ല ചെയ്യുന്നത്, മറിച്ച് സുവിശേഷത്തെ തൊട്ടുകൊണ്ടാണ്. സുവിശേഷം മിശിഹായ. ആൻഡ് ഇറ്റ് ജസ്റ്റ് റിമൈൻഡ്സ് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് ദയർ വിത്ത് ദം. Even though they have two different thoughts, two different ideas and two different bodies and two different souls, Christ unites them in his heart. മിശിഹായിൽ അവരൊന്നായി തീരുന്നു എന്നുള്ള വലിയ സന്തോഷം അത് കണ്ടെത്താനും തിരിച്ചറിയാനും കഴിയട്ടെ എന്ന് ഞാൻ വളരെ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് ഒത്തിരി നല്ല ഓർമ്മകൾ ഉണ്ടെങ്കിലും ഞാൻ എല്ലാ ഓർമ്മകളും പറയുന്നില്ല. ചില ഓർമ്മകൾ രസകരമാണ്, അതൊത്തിരി നിങ്ങൾക്ക് ഒത്തിരി അത് ഞാൻ തന്നെ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ സുവിശേഷവും വായനകളും എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചിന്ത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ കൈത്താകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കൈത്താകാലം ഇറ്റ് ഈസ് ദ സീസൺ ഓഫ് സമ്മർ. നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ മൺസൂൺ കാലഘട്ടവും മഴയും ഇടിവെട്ടും ഒക്കെയാണ് നാട്ടിലെങ്കിൽ ഇവിടെ നമ്മൾ ശരിക്കും ഈ ടിപ്പിക്കലി ഈ കൈത്താക്കാലത്തിലാണെന്ന് പറയാം. കൈത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ, സീസൺ ഓഫ് സമ്മർ. സമ്മർ സീസണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇറ്റ് ഈസ് എ സീസൺ ദാറ്റ് ബ്ലൂംസ്, ഫലം പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ബെയർ ചെയ്യുന്ന കാലഘട്ടമാണല്ലോ ഈ സമ്മർ സീസൺ. അതുകൊണ്ട് തന്നെ ഈ കൈത്താകാലത്തിലെ ഓരോ ആഴ്ചയും നമ്മളെ കർത്താവ് ക്ഷണിക്കുന്നത് ഫലം പുറപ്പെടുവിക്കാനായിട്ടുള്ള ക്ഷണമാണ്. അത് ഒന്നാമത്തെ വായനയിൽ നിന്ന് നോക്കിയാൽ അറിയാം. ഈ ഏലിയ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗ്ലോറിയസ് മൊമെൻ്റ് ആണ്. ഏലിയ ഒരു സൈഡിൽ നിൽക്കുന്നു, ബാലദൈവത്തിൻ്റെ മുഴുവൻ ദേവന്മാരും അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നു. ഏലിയ ചലഞ്ച് ചെയ്യുകയാണ്, കോൾ യുവർ ഗോഡ് ആൻഡ് ഐ വിൽ കോൾ മൈ ഗോഡ് ആൻഡ് ലെറ്റ് us see who is the real God എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയ ചലഞ്ച് ചെയ്യുമ്പോഴും ആ ചലഞ്ച് ചെയ്യുന്ന അവസാനം ദൈവം പ്രത്യക്ഷപ്പെടുന്നത് അവൻ്റെ ഒറ്റ വാക്ക് കേട്ടാണ്. അവസാനം അതിനെക്കുറിച്ച് ഈ സെന്റ് ഗ്രിഗറി പറയുന്ന, ജോൺ ക്രിസോസ്റ്റം പറയുന്ന ഒരു മനോഹരമായ വാക്യമുണ്ട്. ഈ ഏലിയായുടെ ഏറ്റവും വലിയ മഹത്വം ഈ ഏലിയ ചെയ്ത അത്ഭുതമാണ്. അഗ്നിയെ ഇറക്കി ദഹിപ്പിച്ചു, ബലിപീഠം മുഴുവൻ ദഹിപ്പിച്ചതാണ് എന്ന് ചിലപ്പോൾ ചിലർ ചിന്തിക്കാനിടയുണ്ട്. പക്ഷേ അതല്ല, അതിന് തൊട്ട് മുമ്പഴത്തെ നിമിഷമാണ്. കാരണം just before that moment is the real conflicting moment whether God will intervene or not. നമ്മൾ ഇന്ന് വായിക്കുമ്പം അതൊരു വലിയ കോൺഫ്ലിക്റ്റ് ആയിട്ട് തോന്നില്ല, കാരണം നമുക്കത് കഴിഞ്ഞത് എന്താണ് നടന്നത് എന്നറിയാം. പക്ഷേ അന്ന് ഏലിയ ഈ കർത്താവിനെ വിളിക്കുമ്പോഴത്തേക്കും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമോ ഇല്ലയോ, പക്ഷേ he just believed in it. ആ ബിലീഫ് അവനെ മുമ്പോട്ട് നയിക്കാനായിട്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഇടവരുത്തി. ഇത് തന്നെ രണ്ടാമത്തെ വായനയിലും ശിഷ്യന്മാരുടെ നിഴലെങ്കിലും വീണ, ജസ്റ്റ് ഷാഡോ ഓഫ് ദ ഡിസൈപ്പിൾസ്, ദേ ജസ്റ്റ് വുഡ് ലൈക്ക് ടു, അത് മതി അവരെ സുഖപ്പെടുത്താൻ എന്ന് പറഞ്ഞ് ഈ ഇഫ് യു ലുക്ക് അറ്റ് ദ ഡിസൈപ്പിൾസ് ദേ വർ ജസ്റ്റ് പൂവർ ഫിഷർമാൻ. അവർ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ദേ വിൽ ബി ദ സെലിബ്രിറ്റീസ്. അവർ മുഴുവൻ നടന്ന് വാവ് വി ഹാവ് ഡൺ സോ മെനി ഗുഡ് തിങ്സ് എന്ന് പറഞ്ഞ് നടക്കാവുന്ന ആളുകളായിട്ട് പോലും ദേ ജസ്റ്റ് ഹംബിൾഡ് ഹിംസെൽഫ് ആൻഡ് സെഡ് ദാറ്റ് ഇറ്റ് ഈസ് ഗോഡ് ഹു വർക്ക് ത്രൂ അസ്. എനിക്ക് തോന്നുന്നു ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഓർമ്മകളോടൊപ്പം എൻ്റെ ഉപദേശം ഈ സുവിശേഷവും ഇന്നത്തെ വായന തന്നെ ഓർമ്മപ്പെടുത്തുന്നതിനാണ്. കല്യാണ വിരുന്നുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. എളിമപ്പെടാനായിട്ടുള്ള വലിയ ക്ഷണം, അത് നിങ്ങളുടെ ജീവിതത്തിലും ഫലം പുറപ്പെടുവിക്കാനായിട്ട് വരുന്ന 25 വർഷങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ കുറേ കൂടെ എളിമയുള്ളതാക്കാനായിട്ട് ഇറ്റ് ഈസ് ഗോഡ് ഹു പെർഫോം ദ മിറക്കിൾസ് ത്രൂ മൈ ലൈഫ് എന്ന് അത്ഭുതത്തോടെ ജീവിതത്തെ നോക്കി പറയാനായിട്ട് എൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും എടുത്തു വയ്ക്കുമ്പം if it really there isn't a God, it would not be like this
ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഹൗ ഗോഡ് പ്രൊവൈഡ് ഹിംസെൽഫ്. നമുക്ക് ചിലപ്പോൾ നമുക്ക് കർത്താവിൻ്റെ ജീവിതത്തിൽ ഇല്ലെന്ന്, പക്ഷേ സ്റ്റിൽ ദാൻ ഹി സൈലൻ്റ്ലി വോക്ക് വിത്ത് അസ്. അത് കണ്ടെത്താനായിട്ട്, തിരിച്ചറിയാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ദിവ്യശേഖരനും ദിവ്യചേച്ചിക്കും 25ത്തെ മംഗളങ്ങൾ ഏറെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ ദേവാലയത്തിൽ വെച്ച് ഇത് ആഘോഷിക്കുമ്പോൾ ആ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടെന്ന് ഞാൻ പറയും. അത് കർത്താവിനോട് എന്ത് ചോദിച്ചാലും ദൈവം തരുന്ന ഒരു ദിവസം കൂടിയാണല്ലോ. കൂടുതൽ തീക്ഷ്ണതയോടെ ഈ വിവാഹം ആഘോഷിക്കുവാനായിട്ട്, ജീവിക്കുവാനായിട്ടുള്ള കൃപ കർത്താവിനോട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഒപ്പം നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുമ്പം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള അവസരമാക്കി നമുക്ക് മാറ്റാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിലത്തിൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും പ്രേക്ഷിത ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനും ഉള്ള സന്മനസ് ദൈവജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്ത്രീയന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവവിളിക്ക് അനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗസൗഭാഗ്യത്തിന് അർഹരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സഭയുടെയും തലവനായ നമ്മുടെ പരിശുദ്ധ പിതാവ് മാർലിയോ പാപ്പായും നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ ഞങ്ങളുടെ പിതാവിന്റെ ഉപദീക്ഷണമായ ജോസഫ് പത്രാനെയും മറ്റെല്ലാ പത്രാമാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ നിത്യപ്രയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും നമ്മൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും ആമേൻ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ചേർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനെ മഹത്വപ്പെടുത്തുവാൻ പ്രേക്ഷിതരംഗങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായിരിക്കും. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സുവിശേഷങ്ങളാകുവാൻ നിസാരമരഹിതരുമായ ഞങ്ങളെ കാരുണ്യാതിരകത്താലും കർത്താവ് അങ്ങയുടെ ഒരു ഭാവനം ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ നാണ്യങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണം. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത് ഈ ജനത്തിൻ്റെയും മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേതോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടത്. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിൽ ഞാൻ
ദൃഢമായി ശരണപ്പെട്ടു.
എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിലൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീഹായുടെ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രൻ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈന്യവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സ്വർഗ്ഗത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേൽശാസ്ത്രജ്ഞന്മാരും മെത്രാപ്പോലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും പ്രവചനങ്ങളുടെയും കന്യകരുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസവും വിശ്വാസവുമായ എല്ലാ വാഗ്ദത്തങ്ങളെയും സത്യവിശ്വാസം മനസ്സിൽ ഈ ലോകത്തിൽ പോയ എല്ലാവരും അനുസരിക്കുകയും വിശാലമായ ഈ ബലി നമുക്ക് സഹായിക്കാൻ രക്ഷിക്കുകയും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവൻ കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെയും കുർബാനയുടെ കാര്യങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നാഥനായ ദൈവം തന്റെ വേഷം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമ്മതികളാവുകയും ചെയ്യട്ടെ. ആമേൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ വിശുദ്ധന്റെ ശരീരത്തങ്ങളാകുന്ന ദിവസങ്ങളുടെ ശുശ്രൂഷികരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ട് ഞങ്ങളെ കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടും അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.
മനുഷ്യവംശത്തോടുള്ള മറ്റൊരു കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മാലാഖമാരുടെതിരായിരങ്ങളും മഹോന്നതനായ നീ കൂട്ട് ആരാധിക്കുന്ന അഗ്നിമയന്മാരും രോഗികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്ന പരിശുദ്ധരും രോഗികളുമായ മകന്മാരോടും ശ്രപ്പന്മാരോടും ചേർന്നാഥനായ നീക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടും, സ്തുതിഗീതങ്ങൾ പാടും. അവിടുത്തെ നാമത്തിൽ വെച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ ആശ്രയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ.
ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് പ്രകാശിക്കുന്ന യാതൊരു മാത്രം വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ദൈവിക ജീവനെ ഞങ്ങളെ പങ്കാരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും പതിച്ചുപോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിക്കുകയും ചെയ്തുവാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ബുദ്ധിക പ്രകാശം ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ലിയോമാർ പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതന്മായ പ്രേക്ഷകർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പ്രവാചകന്മാരുടെയും ശിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രതിജനകമായ വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാനയെ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് അയോഗ്യനായ ഞങ്ങൾക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മിലോ വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തെ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധി സുപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന്യസ്മരണ അങ്ങയുടെ വന്ദനീയവും സമൃദ്ധവുമായ വ്യാസജാതമാക്കേണം. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തി സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം അങ്ങയുടെ ദൈവത്തിനായ ശംശിഹായി അങ്ങ് അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, ബന്ധുക്കന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശംശാന്മാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സ്നാനങ്ങളുമായി എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. ഒരു ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃപരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്ന കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിയനവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർക്കുള്ള വലിയ വൃത്തിയാശയ്ക്ക് തന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. സ്വന്തമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ.
വിശുദ്ധങ്ങളെ പരിമളപൂരിതമാക്കേണ്ടത്. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, 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 അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. ദാസരുടെ പാപങ്ങളും വിരോധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണ മഹോന്നതമായ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ദിനങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ
പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. വിശ്വാസമാകുന്ന പാറമേൽ സഭയെ പണിതുയർത്തുകയും സ്ലീഹന്മാരെയും പ്രവാചകന്മാരെയും അത്യപ്രബോധകരായ മൽപ്പാന്മാരെയും സഭയ്ക്ക് നൽകുകയും ചെയ്തവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മെ വിശദീകരിക്കാൻ സ്വന്തം ശരീരരക്തങ്ങൾ നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സഹോദര വരുവൻ മാലാഖമാര് പോലും ഭയഭക്തിയോടെ വീക്ഷിക്കുന്ന ഈ രഹസ്യം നമുക്ക് വിശ്വാസപൂർവ്വം സ്വീകരിക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് 2 വൈദികരും 2 എക്വറിസ്റ്റ് മിനിസ്റ്റേഴ്സും ഉണ്ടാവും. വശങ്ങളിലുള്ളവർക്ക് എക്വറിസ്റ്റ് മിനിസ്റ്റേഴ്സ് തന്നതിന് ശേഷം അവർ പുറകിൽ വിശുദ്ധ കുർബാന നൽകുന്നതിനായിട്ട് കടന്നു വരുന്നതായിരിക്കും. രൂപമായി എന്നിൽ സക്രാരി തീർക്കുന്ന സർവേശ്വര രൂപമായി എന്നിൽ സക്രാരി തീർക്കുന്ന സർവേശ്വര സ്നേഹമായി സ്നേഹം എന്നിലറിയാനണയും തമ്പുരാനേ നിൻ സ്നേഹമോർത്താൽ മതി വരുമോ ഓ സ്നേഹം രൂപമായി എന്നിൽ സക്രാരി തീർക്കുന്ന സർവേശ്വര കാരുണ്യമായി
വേളയിൽ ആശ്രയം നീ മാത്രമേ. തിരുക്കരത്താൽ എന്നെ നീ കഴുകേണമേ, എൻ നിഴലായി കൂടെ നീ വാഴേണമേ. ഈശോ നാഥാ, മനസ്സിലലിയു പ്രിയനേ, രൂപമായി എന്നിൽ സക്കാരി തീർക്കുന്ന സർവേശ്വര, കാരുണ്യമാ സ്നേഹമേ, കൂദാശയാ അറിയുന്ന ഭോജനേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ചതിന് ശരീരവും പാനം ചെയ്തതിന് രക്തവും ഞങ്ങൾ ശിക്ഷാവധിക്ക് കാരണമാകാതെ കണ്ട വർദ്ധിക്കും പാപം കണ്ട മോചനത്തിൽ നിന്റെ സന്നദ്ധിയെ സന്തോഷിക്കും നിദാനമാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ഈശോയെ, പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധനായ രാജാവേ, സ്വർഗ്ഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാവുന്നു. മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കഴിവോടെ ഉന്മോചനം ചെയ്തു. നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി. കഴിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ, ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. അവർഗീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ഞങ്ങളെ പരിപോഷിപ്പിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവരുടെയുമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസികളോട് ചേർന്ന് അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോമിശിഹായെ, സ്തുതിർഹവും പരിശുദ്ധവും ജീവിതായകമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സൽഫലങ്ങൾ പുറപ്പെടുവിച്ച് നിത്യ സൗഭാഗ്യജനകരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ഥലത്തിലെ നാഥായ നീക്കും.
ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും രക്തം പാനം ചെയ്യും മാനവരെന്നിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹിമയെ മുദ്ര വഹിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നടത്തുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകത്തങ്ങളൊന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹങ്ങളുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിന് മകുടവുമായിരിക്കട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും സ്തുതീകരിക്കണമേ. രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശരിക്കാം ഒരു വാക്ക് പ്രത്യേകമായിട്ട് നന്ദിയോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് യുവചേച്ചി വിളിച്ചതിന് ഒത്തിരി സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഒപ്പം വികാരിയച്ഛനോടും സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. ഇതിനെപ്പറ്റി ഇത്രയും മനോഹരമായിട്ട് വികാരിയച്ഛൻ പൊക്കി പറഞ്ഞല്ലോ ഞാൻ വിചാരിക്കുന്നത്. അന്ന് പോയപ്പം പറഞ്ഞ അതേ കാര്യം നിങ്ങളിപ്പം വീണ്ടും അത് അന്വർത്ഥമാകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ പിന്നാലെ നിങ്ങൾ എന്നെക്കാളും വലിയവരാണെന്ന് പറഞ്ഞതുപോലെ ശക്തനായ ഒരു വികാരിയച്ഛനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി ചെയ്യുന്നു. കൂടുതൽ ആളുകൾ എല്ലാവരും ദേവാലയത്തിലേക്ക് വരുന്നു. കൂടുതൽ മനോഹരമായി കാര്യങ്ങൾ മാറുന്നു. ഒപ്പം അച്ഛൻ റീജിയണൽ കോർഡിനേറ്ററുടെ ആണെന്ന് നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും ചെറുപ്പത്തിൽ നമ്മുടെ ഗോതയിൽ റീജിയണൽ കോർഡിനേറ്ററായ വേറെ അച്ഛനില്ല.
അതുകൊണ്ട് തന്നെ നമ്മുടെ രൂപതയിലെ ഏറ്റവും നല്ല പാട്ടുകാരൻ അച്ഛൻ കൂടെയാണ് അച്ഛൻ. അങ്ങനെ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങളുള്ള നമ്മുടെ വികാരിയച്ഛനെക്കൂടെ നമുക്ക് കിട്ടി എന്നുള്ളത് വലിയ സന്തോഷം. അച്ഛനെ ഇവിടെ ദീർഘനാൾ നിൽക്കട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. അതാണ് എൻ്റെ പ്രാർത്ഥന ആശംസയും. അതുകൊണ്ട് അതും ഒപ്പം വിശേഷാൽ ചേച്ചി, കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവർക്കും മംഗളങ്ങൾ, ഒത്തിരി സ്നേഹപൂർവ്വം സന്തോഷകരമായ ബാക്കി കാര്യങ്ങളെല്ലാം സന്തോഷകരമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. താങ്ക് യു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഈ വരുന്ന അച്ഛന്മാരെല്ലാവരും ദീർഘകാലം നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ മാത്രമേ എനിക്കൊരു ചെറിയ പേടിയുള്ളൂ. അതുവരെ നിൽക്കുമെന്നുള്ളൊരു ചെറിയ പ്രതീക്ഷ തന്നെയാണ്. നമുക്കൊരു ചെറിയ ഒരു മീറ്റിംഗ് നമ്മൾ ക്രമീകരിക്കുകയാണ്. വളരെ പ്രത്യേകമായിട്ട് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ അച്ഛന്മാർ വെസ്റ്റ്മെൻസ് ഒന്ന് മാറിയിട്ട് വരുന്ന സമയം വരെ ഗായക സംഘം ഒരു ഗീതം ആലപിക്കും. ആ സമയത്ത് എല്ലാവരും ദേവാലയം തന്നെ ഇരിക്കുക. നമുക്കൊരു ചെറിയ ഒരു മീറ്റിംഗ്, നമ്മൾ ഒരു ആശംസാ മീറ്റിംഗ് നമ്മൾ ക്രമീകരിക്കുകയാണ്. മറ്റൊരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ് പറയാനായിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രതിഭയുടെ അമ്മ ഇന്ന് രാവിലെ മരണമടഞ്ഞ വിവരം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നലെ രാത്രി തിരിച്ചെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാവിലെ വിശുദ്ധ ബലിക്ക് വരുന്ന സമയത്താണ് അറിഞ്ഞത്. നമുക്ക് പ്രത്യേകമായിട്ട് അമ്മച്ചയെ ഓർക്കുകയും നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്ന അമ്മച്ചയ്ക്ക് വേണ്ടി ഒരു നിമിഷം ഒരു നന്മ നിറഞ്ഞു പറയുന്ന പ്രാർത്ഥന കൂടി പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞു പറയുകയും സ്വസ്തി പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കൂടാരം കുടുംബം കുടുംബം സ്നേഹസാഗര തീരം കുടുംബം കുടുംബം പരിശുദ്ധമാ ബലിപീഠമാകുവാൻ ഈശ്വരന്റെ കാൽപ്പാട് പിൻചെല്ലും പ്രയാണം പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ചെറിയ ഒരു മീറ്റിംഗ് മാത്രമാണ്. സ്നേഹം നിറഞ്ഞ രൂപേഷ്
ദിവ്യചേച്ചിക്കും ഈ 25 വർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ നമ്മോടൊപ്പമുണ്ട്. അവരെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. 3 കറുപ്പന്മാരും ഒരു വെള്ളക്കാരനാണോ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. രൂപേഷനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു വാക്ക് മാത്രം പറഞ്ഞ് ഈ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് പോയ ഒരു ചെറുപ്പക്കാരായിട്ട് നമ്മുടെ ഇടവക്കാർ 2 പേര് എന്നോട് പറഞ്ഞു, അച്ഛാ രാവിലെ 2 മണിക്കായിരുന്നു പോകേണ്ടത്, രൂപേഷേട്ടൻ വിളിച്ച് എണീപ്പിച്ചുകൊണ്ടാണ് പോകാനായിട്ട് പറ്റിയത്, ഞങ്ങൾ കിടന്നുറങ്ങിപ്പോയതിനായിരുന്നു എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ട് എനിക്ക്. കാരണം ഞാൻ പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ ചെന്നില്ല രൂപേഷേട്ടൻ ചാടി കയറി വിമാനത്തിൽ കയറി പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. കാരണം അത്രമാത്രം നമ്മുടെ എല്ലാവരോടും സ്നേഹവും കരുതലും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിട്ടാണ് രൂപേഷേട്ടനെ ഞാൻ കാണുന്നത്. സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. നിങ്ങൾക്ക് തുടർന്നും ഏറ്റവും ഭംഗിയായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസ് അച്ഛനെ ഞാൻ തുടക്കത്തിൽ സ്വാഗതം ചെയ്തതാണ്. ഫ്രാൻസ് അച്ഛൻ്റെ സാന്നിധ്യം തന്നെ നമുക്കേറെ സന്തോഷകരമാണ്. ഒത്തിരിയേറെ സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്ത് നമുക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഫ്രാൻസ് അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഫിലിപ്പച്ചൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയം ഇല്ലെങ്കിലും ഞാൻ ഇന്നാണ് ഈ ദേവാലയത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് അച്ഛനെ പരിചയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു കുടുംബത്തോടുള്ള വ്യക്തിപരമായ ബന്ധവും നമ്മുടെ വൈദികരോടൊക്കെ ഉള്ള ബന്ധവും അച്ഛൻ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും അച്ഛൻ്റെ സാന്നിധ്യം ഏറെ സന്തോഷകരമാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിർവിനച്ഛൻ്റെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട അച്ഛനാണ്. We are truly blessed with the presence of our Father Mervyn. Today, we all know how much he means to us and how valuable his presence is among us. I would like to sincerely thank him for the love, care and support he constantly shows us. I myself experienced his kindness personally over the past month and I am truly grateful, Father. Dear Father, we wholeheartedly welcome you to this Jubilee celebration. We know that you have to leave for the Mass soon, so I kindly invite you to share a few words of felicitation. Let's welcome him wholeheartedly. Thank you very much, Father Sonny. Father Sonny, Father Francois and Father Philip, it's good to be here. And good afternoon, everybody. It's good to see you all. I don't like seeing people not at Corpus Christi, but anyway, that's another thing. So I suppose I'm here as a friend. That's the most important thing. As a priest, Latin Rite priest, of course, and as part of the family that we belong to, which is the whole of the Catholic Church. Rupesh and Deepa, I've been here for 10 years now at Corpus Christi, so congratulations. I've seen you grow older, although you don't look older. I've seen the kids growing up. Alan's at university, of course, so they're doing well, and the girls doing well at school. We really congratulate you. I on behalf of obviously the Latin parish of Corpus Christi, and thank you for all you've done over the years and still do for Corpus Christi. I've watched over the last 3 years, I suppose, the development of the Syro Malabar mission here,
the mission of St. John Henry Newman, and I've seen how you've got more and more involved naturally in that. But you still kept to all the ties with Corpus Christi. You know, Rupesh comes sometimes several times a week to look in the parish diary to make sure there's opportunities for meetings and for all sorts of events that go on. And he pushes us to make sure he has the right time. I know he's going to be an hour late, of course. But keep it up, Rupesh and Deepa, and keep up your relationship as well with us at Corpus Christi. What we do today, as we all know, is to celebrate your 25th anniversary, 25 years of marriage, without a crossword between you. I'm sure there's not been many arguments. Deepa's smiling at the moment, so we don't know. That's your family life. But what we do celebrate today, there's always ups and downs in marriage, there's always ups and downs in our life, but what we do celebrate is your commitment. And as we know, commitment is very important. Commitment in marriage, commitment in priesthood, commitment as Christians and as Catholic Christians to the Catholic Church, to our faith. Commitment to love God and to love our neighbour as ourselves and make a better society in which we live. That's our fundamental mission, of course, to do that. But your commitment, Rupesh and Deepa, is a witness to all of us, like any married couple celebrating an anniversary. So it's a real witness to all of us of what we're all called to do all the time, which is to keep up our commitment as our way of vocation to this wonderful mission that we have, which is to spread Jesus' love, not by words, as Pope Francis says, so much as by what we do, by how we relate to each other, by how we relate to the society and workplace in which we live, to make a real difference. So after that lecture, happy anniversary, and I hope you have a lovely rest of the evening. I'm sorry I can't stay because, as you know, I've got Holy Mass at 6:30 at Corpus Christi, so I've got to rush off now to look after that. But congratulations, and I know you want a photo, so. ആശംസ പറയണമെന്ന് പറഞ്ഞു. നല്ലൊരു തിരക്കുള്ള സായാഹ്നമാണ്. ടൂറിസ്റ്റിൻ്റെ നിരവധിയായ ഗസ്റ്റുകൾ ഇവിടെയുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ അവസരം കിട്ടിയെന്ന് വരില്ല ആശംസകൾ പറയാനായിട്ട്. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു ഒന്ന് പറയണം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ഇവരെപ്പറ്റി പറയാനായിട്ട് വാക്കുകളൊന്നുമില്ല. അച്ഛന്മാർ 3 പേരും നന്നായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ പുറമെ കൂട്ടിച്ചേർക്കാനായിട്ട് എനിക്കൊന്നുമില്ല. പക്ഷേ എങ്കിലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ മാതൃകയായിട്ട് വളരെ സമയം ചെലവഴിച്ച് ഓരോ കാര്യത്തിലും നമുക്ക് ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ വന്ന എല്ലാ ആൾക്കാർക്കും പരിചയമില്ലാത്ത രൂപേഷ് എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത ആരുമില്ല. എല്ലാവരും അവരവരുടെ ചില കാര്യങ്ങളിലും ആവശ്യങ്ങൾ വരുമ്പോഴും നമുക്കറിയാം, ആദ്യമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഏത് സമയത്തും സഹായമായിട്ട് ഈ എയർപോർട്ടിൽ പോകുന്ന പോലെ പറഞ്ഞ പോലെ 2 മണിക്കൊക്കെ പോകുന്നു. ഏത് സമയത്തും സഹായകമായിട്ട് എല്ലാ കൂട്ടത്തിലും, അത് പഴയതെന്നല്ല പുതിയതെന്നല്ല, എല്ലാവരുടെയും കൂട്ടത്തിൽ സമയം ചിലവഴിച്ച്, അതുപോലെ തന്നെ ദീപ സ്ത്രീ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് പല സംഘടനകളിലുമായിട്ടും കാര്യങ്ങളിലുമായിട്ടും നല്ല ഉത്സാഹത്തോടു കൂടി കുട്ടികളെ സംഘടിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും അത് തന്നെ സമൂഹത്തിനൊരു വളർച്ചയുടെ ഭാഗമാണ്.
ഒരു നേതൃത്വം കൊടുക്കുന്നതാണ്. ഇതെല്ലാ കാര്യത്തിലും ഈ സമയം കണ്ടെത്തി മുമ്പോട്ട് പോകുന്ന അവർക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ പേരിലും ഞങ്ങളുടെ പള്ളി കമ്മിറ്റിയുടെ പേരിലും പള്ളിയുടെ കാര്യം പറയുകയാണെങ്കിൽ പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടി നല്ലൊരു സമയം ചെലവഴിക്കുന്നതാണ്. ഇപ്പം അച്ഛനെ എവിടെ പോകണമെങ്കിലും അച്ഛനെ കൊണ്ടുപോകുന്നത് വേറെ ആരുമില്ല. നേരത്തെയൊക്കെ ഞങ്ങൾക്ക് നല്ല ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, ഓരോരുത്തരെ കണ്ടുപിടിച്ച് അച്ഛൻ്റെ ട്രാൻസ്പോർട്ടൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. രൂപേഷുണ്ട് എപ്പോഴും അച്ഛൻ്റെ കൂടെ, അച്ഛനെ കൊണ്ടുവരാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു സഹായമാണ്. അതുപോലെ നല്ല നമ്മുടെ കുടുംബ കൂട്ടായ്മകളെ സംഘടിപ്പിച്ച് മുമ്പോട്ട് പോകുന്നു. ഇതൊക്കെ നല്ല ഒരു പാലിച്ച ഉത്തരവാദിത്തമാണ്. മാതൃകാപരമായിട്ട് മുമ്പോട്ട് പോകുന്നവർക്ക് രണ്ടുപേർക്കും ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ കുടുംബത്തിനും പിന്നെ എല്ലാവർക്കും പരിചയമുള്ള അറിയാവുന്നതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് വെറുതെയാണ്, ഉള്ളിലൊന്നുമില്ല. അത് എല്ലാവരോടും അങ്ങനെയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. മുമ്പോട്ടുള്ള വർഷങ്ങൾ സന്തോഷം സുഖപ്രദമായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നമ്മുടെ കമ്മിറ്റിയുടെ പേരിൽ ഒരു ആശംസാ കാർഡാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരെ കൊണ്ടും ഗ്രീറ്റിംഗ്സ് എഴുതിക്കാൻ സാധിച്ചിട്ടില്ല. രണ്ടുപേരും ഇത് ഒന്ന് വാങ്ങും. താങ്ക് യു. നമ്മുടെ മീറ്റിംഗ് ഇവിടെ അവസാനിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരെ ഈ മീറ്റിംഗ് ഒരു നന്ദി പറയാനായിട്ട് വരികയാണ്. Good afternoon, everyone. If we could have your attention for a few minutes. My name is Rani. I am Deebanti and Rubish Uncle's niece. Alan and I will be doing a few votes of thanks. Firstly, I'd like to thank Father Merlin. Next, our previous vicario chairman, Father Francois, who came all the way from Salby, who actually helped us initiate the celebration and help us arrange the venue. So we would dearly like to thank him for that. Thank you to Philip Burton for attending our celebration today. We appreciate your presence.